എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷാഡോ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ വാർത്തകളാണല്ലോ നമ്മളിവിടെ ഷെയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പുതിയ അപ്ഡേറ്റുമായിട്ട് എത്തിയിരിക്കുന്നത്. അനേകം വാർത്തകൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്നുണ്ട്. ഈ ചെറിയ വീഡിയോയിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സാഹചര്യമില്ല. എന്നാൽ അടുത്ത വീഡിയോകളിൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നിങ്ങളോടൊപ്പം ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ലെബനോനിലെ അപ്ഡേറ്റുകൾ ഒന്ന് പങ്കുവെക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ലെബനോനിൽ ഈ മണിക്കൂറുകളിൽ വലിയ യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഒട്ടുമിക്ക ടാർഗറ്റുകളും ഇപ്പോൾ എയർഫോഴ്സ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ ഫൈറ്റർ പ്ലെയിനുകൾ ബെയ്റൂട്ടിന് മുകളിൽ കൂടി ഓരോ മിനിറ്റിലും പറന്ന് എല്ലാ ടാർഗറ്റുകളും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കവിടെ നിന്ന് ലഭിക്കുന്നത്. അവിടുത്തെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണശാലകൾ, അതുപോലെ തന്നെ അവർ ഒന്നിച്ചു കൂടുന്ന കോൺഫറൻസ് ഹാളുകൾ, മറ്റ് ട്രെയിനിങ് സെൻറ്ററുകൾ, അതുപോലെ തന്നെ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഒക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വന്ന ഒരു വാർത്ത, ഈവൻ നമ്മൾ ഗാസയിൽ കണ്ടതാണ്, ഈ തീവ്രവാദത്തിന് വേണ്ടി ഹമാസുകൾ സ്കൂളുകളും മോസ്കുകളും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ ബെയ്റൂട്ടിലും, അതായത് ലെബനോനിലും ഈ ഹിസ്ബുള്ളയും ഉപയോഗിക്കുന്നത്. അവർ സ്കൂളുകളും അതുപോലെ തന്നെ റെസിഡൻ്റൽ ഏരിയകളും മോസ്കുകളും ഒക്കെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേൽ എയർഫോഴ്സ് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നത് മൂലം പല മോസ്കുകളും തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഈ ലെബനോനിൽ ഉപയോഗിക്കുന്നത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. ഗാസയിലും ഇത് തന്നെയാണ്. അനേകം മോസ്കുകൾ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിച്ചത് കാരണം ഇസ്രയേൽ അത് തകർക്കുകയുണ്ടായി. അതുതന്നെയാണ് ഇപ്പോൾ ലെബനോനിലും നടക്കുന്നത്. ഇസ്രയേൽ ശക്തമായിട്ട് ഈ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മോസ്കുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന വീഡിയോയിൽ അത് വളരെ വ്യക്തമായിട്ട് കാണും. അവർ മിസൈലുകൾ അയച്ച് തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സംഭരിച്ചു വെക്കുന്ന ഈ മോസ്കുകൾ പൂർണ്ണമായിട്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും ഉള്ളതായിട്ടുള്ള തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും അല്ലെങ്കിൽ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകളും പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ ആക്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ബെയ്റൂട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ട്, കഴിഞ്ഞ ദിവസത്തെ ഇസ്രയേൽ വ്യോമസേനയുടെ ആക്രമണത്തിൽ ഇറാൻ്റെ ക്വാഡ്സ് ഫോഴ്സിൻ്റെ തലവനായിരിക്കുന്ന കമാൻഡറായിരിക്കുന്നതായിട്ടുള്ള ഇസ്മായിൽ ഖ്വാനിയും കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നസ്രല്ലയുടെ പകരക്കാരനായിരിക്കുന്ന ഹഷീം ഷെഫിഡ്യാനുമായിട്ട് ഉള്ള ചർച്ചയിൽ അദ്ദേഹത്തോടൊപ്പം ഈ ജനറലും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം ഇറാൻ്റെ ക്വാഡ്സ് ഫോഴ്സിൻ്റെ തലവനായിരുന്നു. ഇസ്മായിൽ ഖ്വാനി എന്നാണ്. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സൈന്യത്തിൻ്റെ മേധാവിയായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ഇസ്രയേൽ കൊല ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് കിട്ടുന്നതായിട്ടുള്ള റിപ്പോർട്ട്. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇറാനും ഹിസ്ബുള്ളയ്ക്കും നഷ്ടമായി എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോഴേ ഹിസ്ബുള്ളയും ഇറാനും എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇറാന് മറ്റൊരു തിരിച്ചടി കൂടി ഈ ഒരു വിഷയത്തിൽ ഇസ്രയേൽ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ബെയ്റൂട്ടിലെ ചില സ്ഥലങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് ഇവാക്വേഷൻ എന്നുള്ള അറിയിപ്പ് കൊടുക്കാതെ ചില ബിൽഡിങ്ങുകൾ ഇസ്രയേൽ വ്യോമസേന ആക്രമിക്കുന്നുണ്ട്. കാരണം അവിടെ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ, തീവ്രവാദികൾ അവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണത് അപ്രകാരമുള്ള ആക്രമണം ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത്. കാരണം സാധാരണ ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുത്താൽ ഈ തീവ്രവാദികളും അവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ അവിടെ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളുടെ മേലെ ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തുകയാണെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു വെപ്പൺ ഡിപ്പോ
തകർക്കുകയുണ്ടായി, പൂർണ്ണമായിട്ടും തകരുകയുണ്ടായി. വലിയ ആയുധശേഖരമായിരുന്നു ഹിസ്ബുള്ള അവിടെ ശേഖരിച്ചു വെച്ചിരുന്നത്. അത് പൂർണ്ണമായിട്ടും നശിച്ചു എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വ്യോമാക്രമണത്തിന് ശേഷം ചില സെക്കൻഡുകൾക്ക് ശേഷം അവിടെ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന എല്ലാ ആയുധങ്ങളും ഈ ആക്രമണത്തിൽ വീണ്ടും പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ വീഡിയോയാണ് നിങ്ങളിപ്പോഴേ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഈ ഒരു ഡിപ്പോയുടെ ആക്രമണത്തിൽ അവിടെ സൂക്ഷിച്ചിരുന്ന പല ആയുധങ്ങളും ഷെല്ലുകളും സമീപത്തുള്ള വീടുകളിലേക്ക് പൊട്ടിത്തെറിച്ച് അത് കേടുപാടുകളൊന്നും കൂടാതെ തന്നെ പലതും തെറിച്ച് വീടുകളിൽ ലഭിച്ച് ആളുകൾക്ക് അത് ലഭിച്ചിരിക്കുന്ന ഫോട്ടോയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോഴേ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് വലിയ നഷ്ടമാണ് ഈ ആയുധ ഡിപ്പോ തകർത്തത് മൂലം ഇപ്പോഴേ ഇസ്രായേൽ സേന വരുത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു വാർത്ത സിറിയയിൽ നിന്നും വന്നിരിക്കുന്നത്, ഇറാൻ്റെ കൺട്രോളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള 2 ആയുധ ഡിപ്പോ ഇസ്രയേൽ വ്യോമസേന ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. അത് സിറിയയിലെ ആയാഷ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അത് ഉണ്ടായിരുന്നത്. 2 ഡിപ്പോ, ആയുധം സംഭരിച്ചു വെച്ചിരുന്ന വലിയ 2 ഡിപ്പോകൾ ഇസ്രയേൽ വ്യോമസേന ഇപ്പോൾ തകർത്തിരിക്കുകയാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ലെബനോനിലെ പൂർണ്ണമായിട്ടും എയർ നിയന്ത്രണവും അതുപോലെ തന്നെ ഗ്രൗണ്ടും അതുപോലെ സീയും കടൽ മാർഗവും കരമാർഗവും ആകാശമാർഗവുമുള്ള പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ഇസ്രയേൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ അവിടെ യാതൊരു വിധത്തിലും മറ്റൊരു രാജ്യത്തു നിന്നും ഫ്ലൈറ്റുകളോ അല്ലെങ്കിൽ കപ്പലുകളോ ഒന്നും വരുവാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇസ്രയേൽ പൂർണ്ണ കൺട്രോൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നും ഒരു വിമാനത്തിൽ കൊണ്ടുവന്നതായിട്ടുള്ള ആയുധങ്ങൾ ഇസ്രയേൽ വ്യോമസേന അത് മനസ്സിലാക്കുകയും ആ ഫ്ലൈറ്റ് തിരിച്ചു പോകുവാൻ തക്കവണ്ണം മുന്നറിയിപ്പ് കൊടുക്കുകയും അപ്രകാരം അത് തിരിച്ചു പോവുകയും ചെയ്യുകയുണ്ടായി. ബെയ്റൂട്ടിൽ ഇറങ്ങുവാനുള്ള യാതൊരു അനുവാദവും ഇസ്രയേൽ ഇപ്പോൾ ഇറാനിൽ നിന്നോ അല്ലെങ്കിൽ സിറിയയിൽ നിന്നോ ഉള്ള ഫ്ലൈറ്റുകൾക്ക് കൊടുക്കുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇപ്പോൾ മറ്റൊരു രസകരമായിട്ടുള്ള വാർത്ത വന്നിരിക്കുന്നത്, നമ്മൾ അറിയുന്നത് പോലെ ചില ആഴ്ചകൾക്ക് മുമ്പ് പേജർ ആക്രമണം ലെബനോനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉണ്ടായതൊക്കെ നമുക്കറിയാം. ആ പേജർ നിർമ്മിച്ചതായിട്ടുള്ള കമ്പനി ഇസ്രയേലിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇറാൻ ത്രൂ ഹിസ്ബുള്ള മില്യൺ കണക്കിന് ഡോളറാണ് ആ പേജറിന് വേണ്ടി ഇസ്രയേലിന് തന്നെ കൊടുത്തത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഈ ഇസ്രയേലിന് ആ പണം ലഭിക്കുകയും ഇസ്രയേൽ ബോംബ് നിറച്ചതായിട്ടുള്ള പേജറുകളാണ് ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കുകയും ചെയ്തതെന്നാണ് നമുക്കിപ്പോഴേ ഏറ്റവും അവസാനമായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട്. ഇസ്രയേലിൽ നിന്നുള്ള ഒരു ആക്രമണം ഏത് നിമിഷവും ഇറാനിൽ ഉണ്ടാകാമെന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിലെ തുറമുഖങ്ങളിലെ എണ്ണ സംഭരണങ്ങളൊക്കെയും അവരെ എംപ്റ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രയേലിൽ നിന്നുള്ള അറിവ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, എവിടെയൊക്കെ ആക്രമിക്കണം എന്നുള്ള എല്ലാം റെഡിയാക്കി ഇസ്രയേൽ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവർ തക്കതായിട്ടുള്ള ഒരു സമയവും ഒക്കെ നോക്കിയാണ് അവർ ആ ഒരു ആക്രമണത്തിന് വേണ്ടി അവർ തയ്യാറായിക്കൊണ്ട് ഇരിക്കുന്നതെന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള IDFൻ്റെ പല സോഴ്സുകളിൽ നിന്നും ഉള്ള റിപ്പോർട്ട് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു വാർത്ത റഷ്യയിൽ നിന്നും വന്നിരിക്കുന്നത്, റഷ്യൻ സോൾജിയേഴ്സ് ഹിസ്ബുള്ളയുടെ ബാഡ്ജാണ് ഇപ്പോൾ ഈ നസറുള്ളയുടെ മരണത്തോടുള്ള ഒരു ട്രൈബ്യൂട്ടായിട്ട് അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പിക്ചേഴ്സാണ് നിങ്ങൾ കാണുന്നത്. റഷ്യൻ സൈന്യം ഹിസ്ബുള്ളയുടെ ബാഡ്ജ് ധരിച്ചിരിക്കുന്ന, അവരുടെ ഷോൾഡറിൽ ബാഡ്ജ് ധരിച്ചിരിക്കുന്ന യൂണിഫോം അവർ ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, റഷ്യയുടെ പല സപ്പോർട്ടും ഈ ഇറാനും അതുപോലെ തന്നെ ഇറാൻ്റെ പ്രോക്സി ആയിരിക്കുന്നതായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേൽ ലെബനോനിൽ നിന്നും ഈ കഴിഞ്ഞ രാത്രിയിൽ പിടിച്ചെടുത്തതായിട്ടുള്ള ആയുധ ശേഖരം മിക്കതും റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പല പിക്ചേഴ്സും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പിക്ചേഴ്സ് അതാണ്. നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് റഷ്യൻ TBG 29 വോൾട്ട് വാർഹെഡ് നമുക്ക് കാണുവാൻ സാധിക്കും. RPG 29 ലോഞ്ചറാണത്. അതുപോലെ തന്നെ ആൻറ്റി പേഴ്സണൽ മൈൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ റഷ്യയുടെ YM-1B ആൻറ്റി പേഴ്സണൽ മൈൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ YM-2 ആൻറ്റി
ടാങ്ക് മൈൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ MK2 ഹാൻഡ് ഗ്രാനേഡ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള റഷ്യൻ മെയ്ഡ് ആയുധങ്ങളാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു ലിങ്ക് കാണുവാൻ സാധിക്കും. റഷ്യയും ഇറാനും ഹിസ്ബുള്ളയും ഹമാസും തമ്മിലൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ലിങ്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ അതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പിടിച്ചെടുക്കുകയും അത് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ട്, റഷ്യയുടെ വിഖ്യാതമായിരിക്കുന്ന S-400 എയർ ഡിഫൻസ് സിസ്റ്റം ഇറാന് കൈമാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴേ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എത്ര യൂണിറ്റ് കൈമാറി എന്നൊന്നും നമുക്ക് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. എന്നാൽ ചില യൂണിറ്റുകൾ റഷ്യ ഇറാന് കൈമാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള മറ്റൊരു വാർത്ത, ഇറാനിൽ നസറുള്ളയുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരുന്ന പല ഫ്ലെക്സുകളും ഇറാൻ ജനത തന്നെ കത്തിച്ച് കളയുന്ന റിപ്പോർട്ടുകളും വീഡിയോയും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നസറുള്ളയുടെ പല ഫ്ലെക്സുകളും ഇറാൻ ജനത കത്തിച്ച് കളയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗാസയിൽ നിന്നുള്ള മറ്റൊരു വിവരം, ഗാസയിൽ ഹമാസിൻ്റെ കമാൻഡറായിരുന്നായിട്ടുള്ള സെയ്ദ് അതുള്ള എന്ന് പറയുന്ന, അതുള്ള അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സെയ്ദ് അതുള്ള അലി എന്നാണ്, സീനിയർ ഹമാസ് ഒഫീഷ്യലാണ്. അദ്ദേഹം ഫീൽഡ് കമാൻഡർ കൂടിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ഇസ്രയേൽ സേന കൊന്നിരിക്കുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഗാസയിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട്, ഇസ്രയേലിൻ്റെ ഡിവിഷൻ 162 നോർത്തേൺ ഗാസ സ്ട്രിപ്പിലേക്ക് ഇന്നലെ രാത്രി പ്രവേശിച്ചിരിക്കുന്നു. ടാങ്കുകളും മറ്റ് സൈന്യവുമായിട്ട് അവിടേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രത്യേക ഓപ്പറേഷന് വേണ്ടിയാണ്, അവിടെ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരത്തിൽ പ്രത്യേക ഓപ്പറേഷന് വേണ്ടി ഡിവിഷൻ 162 നോർത്തേൺ ഗാസ സ്ട്രിപ്പിലേക്ക് ഇന്നലെ രാത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ജബലിയ എന്ന് പറയുന്ന ഏരിയയിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടേക്ക് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ടാങ്കുകളും മറ്റ് വാഹന വ്യൂഹങ്ങളും അവിടേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള വാർത്ത. ഇസ്രയേലിൽ നിന്നുള്ള മറ്റുള്ള ഒരു വാർത്ത, ഇന്ന് ഒരു വർഷം തികയുകയാണ് ഒക്ടോബർ 7 അറ്റാക്ക്, ഹമാസിൻ്റെ ഇസ്രയേലിലേക്കുള്ള കടന്നുകയറ്റം. അതിൻ്റെ ഓർമ്മ ദിനമായിട്ട് ഹമാസിൽ നിന്നും പിടിച്ചെടുത്ത, അല്ലെങ്കിൽ അവരെ ഇസ്രയേലിലേക്ക് ആക്രമിച്ച് കയറുവാൻ വേണ്ടി ഉപയോഗിച്ച ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ ഇന്ന് അവരവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവിടെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവരത് ഇന്ന് പൊതുജനങ്ങൾക്കായിട്ട് അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഇസ്രയേൽ ലെബനോൻ അതിർത്തിയിൽ നിന്നും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യം ഇപ്പോൾ 250 മീറ്റർ നീളമുള്ളതായിട്ടുള്ള ഒരു ടെററിസ്റ്റ് ടണൽ ഇപ്പോൾ സൗത്തേൺ ലെബനോണിൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിപ്പോൾ അവർ തകർത്തിരിക്കുകയാണ്. ആ ടണൽ നിർമ്മിച്ചത് ഹിസ്ബുള്ളയുടെ റെഡ്വാൻ ഫോഴ്സസ് എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രൂപ്പാണ്. അത് ഹമാസ് ചെയ്തതുപോലെ തന്നെ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആളുകളെ കൊല്ലുകയും തട്ടിക്കൊണ്ടുപോവുകയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ചതായിട്ടുള്ള ഒരു ടണലാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വെൽ എക്വിപ്ഡ് ആയിട്ടാണ് അവർ ആ ടണൽ പണിതിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ 250 മീറ്റർ നീളമുള്ളതായിട്ടുള്ള ഈ ടണലാണ് ഇപ്പോൾ ഇസ്രായേൽ സേന കണ്ടുപിടിച്ച് നശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ഓരോ നിമിഷവും മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ പുതിയ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.